തുടരും. ഇത് വളരെ ഒരു ഉദ്യോഗസ്ഥരും നമ്മൾ കുറ്റം പറഞ്ഞില്ല. ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്യുന്നു, നിയമപരമായി അവർ നിയമം ചെയ്യുന്നു. പക്ഷെ ഈ കാണിച്ചത് മഹാ ഒരു ഈ കാണുന്ന മുതലപ്പഴി അടഞ്ഞ സമയത്ത് ഒരുപാട് ഫാം, കോഴി ഫാം, ആട് ഫാം ഇല്ലേ, ആട് ഫാം ഇതെല്ലാം കഴിഞ്ഞിട്ട് തുച്ഛമായ ഒരു ചെമ്മീൻ വളർത്തുന്ന ഒരാളുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാം എടുത്താണ്. ഇവിടെ എല്ലാം ചെയ്താണ്. നമ്മളെ ജനങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരു മീഡിയക്കാരൻ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി വന്ന് കാണിക്കുന്നു, പോകുന്നു. പക്ഷെ ഒരാൾ പോലും നമുക്കൊരു അനുകൂലമായിട്ട് നിൽക്കില്ല. ചില ചാനലുകൾ നിൽക്കും, എന്നറിയാം, രാഷ്ട്രീയമായ അവരുടെ ഉദ്ദേശം. നമ്മളെ ഒരു രാഷ്ട്രീയം നമ്മളില്ല. പക്ഷെ ഈ കാണിച്ചത് മഹാപോകൃതം, നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. നമ്മളെ നേരം വിളിക്കുമ്പോൾ കണ്ണു തുറക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാം കുടുംബമുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഈ ഈസ്റ്റർ വന്നു, എല്ലാം കടകടച്ചു, എല്ലാം പണയത്തിലാണ്, എല്ലാമാണ്. നമ്മളുടെ വള്ളങ്ങൾ 3 വള്ളങ്ങളും 7 വള്ളങ്ങൾ ഈ പങ്കടിച്ചു. ഇപ്പൊ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തില്ലേ, ഈ കാണുന്ന വള്ളങ്ങൾക്കെല്ലാം 3 ലക്ഷം നഷ്ടം. ഈ കാണുന്ന ഒരു അടാസ് ഒരു ഗ്ലാസ് പൊട്ടിയപ്പോ നിങ്ങൾ എന്റെ ഒരു സഹോദരനെ അറസ്റ്റ് ചെയ്തു. അവൻ പോട്ടെ, അവൻ ഇനി പോകുമ്പോൾ അവൻ അടുത്ത ക്രിമിനലായിട്ട് വരും. എന്തിനാ അവിടെ ചിലപ്പോൾ കിടക്കുന്ന ആൾക്കാർ അവനെ ഒരുപാട് ശീലങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയായിരിക്കും. ഈ ഒരു പ്രശ്നം കൊണ്ട് ഇവിടെ മാത്രമല്ല, ചുറ്റുമുള്ള മേഖലകളിലുള്ള ജനങ്ങൾ കൂടെ ദുരിതമനുഭവിക്കുകയാണ്. 70ഓളം മനുഷ്യർ ജീവൻ ഇവിടെ പൊലിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി പറയാം. ദിവസേന ഇവിടുത്തെ തൊഴിലാളികൾ 7000 രൂപ മുടക്കിയിട്ട് ഇവിടെ നിന്ന് കൊല്ലത്ത് വണ്ടി വിളിച്ച് കൊല്ലത്ത് പോവുകയും അവരുടെ മത്സ്യാനുബന്ധ ഉപകരണങ്ങൾ മറ്റൊരു വാഹനത്തിൽ കയറ്റി പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആയിരിക്കാം. അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയമാണ് അവർ ഈ യാത്രയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യമില്ല, ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ കുറച്ച് തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിൽ ഏതെങ്കിലും അംഗീകരിച്ചാൽ ഇത് മുന്നോട്ട് പോകാൻ എന്താണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാലോളം അദ്ദേഹം തങ്ങളുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. വലിയ വൈകാരികമായി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. സർക്കാർ വഞ്ചിച്ചു എന്ന് ആവർത്തിച്ച് പറയുന്നു. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ